ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയുള്ള തീവ്രമായ ഒരുക്കം നമ്മൾ തുടരുകയാണ്. നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ആത്മാവ് നമുക്ക് തുണയായി മാറാം. നമുക്ക് ബലഹീനതകളുണ്ടെങ്കിലും ആത്മാവ് നമ്മെ തുണച്ചാൽ നമ്മൾ ശക്തരായി മാറും. ആത്മാവ് തുണയായി മാറാം, എന്നാൽ സാത്താൻ നമുക്ക് കെണിയായി മാറും. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ആ പരിശുദ്ധാത്മാവ് നമ്മെ തുണയ്ക്കും. അശുദ്ധാത്മാക്കൾക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ, അവൻ ഏതെങ്കിലും ഒരു എൻട്രി പോയിന്റ് നമ്മൾ കൊടുത്താൽ അവൻ നമുക്ക് കെണിയൊരുക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഏതാനും വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ദൈവം നമുക്ക് തുണയാകും. ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമുക്ക് തുണയാവുക? വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമ 8:26. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലേ? ദൈവം നിങ്ങളെ തുണയ്ക്കും. നിങ്ങൾക്ക് ഒരുപാട് ബലഹീനതകളുണ്ടോ? ദൈവം ആ ബലഹീനതയിൽ നിങ്ങളെ തുണയ്ക്കും. അങ്ങനെ ദൈവം തുണയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തരാകാൻ പറ്റും. ദൈവമില്ലാത്തവർ അശക്തരായിരിക്കും, ദൈവമുള്ളവർ ശക്തരായിരിക്കും. ആ തുണയ്ക്കൽ അത് നമ്മൾ ദൈവത്തിൽ നിന്നും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. സഹായകൻ വരുമ്പോൾ ഈ സപ്പോർട്ട് നമുക്കുണ്ടാകും എന്നുള്ളത് യേശു തന്നെ പറഞ്ഞൊരു കാര്യം. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ആ സഹായകൻ വരുമ്പോൾ ആ സഹായകൻ നിങ്ങളെ തുണയ്ക്കും. യെശയ്യാ 30:20-21 വചനങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിൻ്റെ ജലം ഇതൊക്കെ ഉണ്ടാകാം. ജീവിത ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ ദൈവം നിങ്ങളെ തുണയ്ക്കും. അതിൻ്റെ നടുവിലും ദൈവത്തെ കാണാൻ നിങ്ങളുടെ നയനങ്ങൾക്ക് പറ്റും. അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിങ്ങളുടെ കാതുകൾക്ക് സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. ദൈവം നമ്മെ തുണയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക. മനസ്ഥൈര്യത്തോടെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. ലൂക്കാ 12:11-12 വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ദൈവം തരിക. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിലകൊള്ളുമ്പോൾ, യേശു പറഞ്ഞതാണ്, എൻ്റെ നാമത്തിൽ നിലകൊള്ളുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം, ഇതൊന്നും ഓർത്ത് ആകുലപ്പെടണ്ട. നിങ്ങളെ തുണയ്ക്കാൻ പരിശുദ്ധാത്മാവുണ്ടാവും. നിങ്ങൾ എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് ഏതാനും വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ, ദൈവം നമുക്ക് കാവലേർപ്പെടുത്തുന്ന ദൈവമാണ്. അതും നമ്മളെ തുണയ്ക്കുന്നതിൻ്റെ ഭാഗമാണ്. കാവലേർപ്പെടുത്തി നമ്മെ സംരക്ഷിക്കും. ഉൽപ്പത്തി 4:15 വായിക്കുമ്പോൾ, കായേൻ്റെ മേൽ ഒരടയാളം പതിച്ച് അവന് കാവലേർപ്പെടുത്തി. നിന്നെ ആരും കൊല്ലത്തില്ല, കാരണം അതിന് ഞാൻ നിന്റെ മേൽ ഒരടയാളം പതിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. യെശയ്യാ 45:2 വചനം വായിച്ചാൽ, ഞാൻ നിനക്ക് മുമ്പേ പോകും, എന്നിട്ട് നിനക്ക് വേണ്ടി പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് മുമ്പ് പോകും, എന്നിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ നിന്നെ തുണയ്ക്കും. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു തരും. പുറപ്പാട് 23:23 വായിച്ചാലോ, എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കും. ഇതെല്ലാം ദൈവം നമുക്ക്, ദൈവമക്കൾക്ക് കാവലേർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 6-7 വചനം എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കും. ദൈവം എങ്ങനെയാണ് നമ്മളെ തുണയ്ക്കുന്നത്, സംരക്ഷിക്കുന്നത്? ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ ദൈവത്തെ കൂട്ടുപിടിക്കാതെ സാത്താന് ഒരു പ്രവേശന കവാടം നമ്മൾ ജീവിതത്തിൽ തുറന്നിട്ടാലോ, കുടുംബത്തിൽ തുറന്നിട്ടാലോ എന്ത് സംഭവിക്കും? അവൻ നമുക്ക് കെണിയൊരുക്കും. ദൈവം തുണയ്ക്കുമ്പോൾ സാത്താൻ നമുക്ക് കെണിയൊരുക്കും. 2 തീമോത്തി 2:26 വളരെ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മെ കെണിയിൽപ്പെടുത്തും. എന്തിനാണ്? അവൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി. നമ്മൾ അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ പ്രവർത്തിക്കേണ്ടതിന് അവൻ നമ്മെ അടിമകളാക്കും, കെണിയിൽപ്പെടുത്തും. ന്യായാധിപന്മാർ 8:27 വായിക്കുമ്പോൾ ഗിദെയോന്റെ കാര്യം, അവന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ചേർത്ത് അവനൊരു എഫോദ് ഉണ്ടാക്കി പട്ടണത്തിൽ സ്ഥാപിച്ചു. അത് അവന് കെണിയായി മാറി എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 8:27 മുതൽ വായിച്ചാൽ മതി. 1 തീമോത്തി 6:9 വചനം അവർ പറയുന്നുണ്ട്, ധനമോഹം നിന്റെ തലയ്ക്ക് പിടിച്ചാൽ അത് നിനക്ക് കെണിയായി മാറും, നിന്നെ കെണിയിൽപ്പെടുത്തും. പല വിധത്തിലുള്ള കെണി ധനമോഹികൾ നേരിടേണ്ടി വരും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 9:1 മുതൽ വായിച്ചാൽ, സ്ത്രീകളുമായിട്ടുള്ള ഇടപഴകൽ, അവരെ സമീപിക്കുന്നത്, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ കെണിയായിട്ട് മാറും. അവർ നിങ്ങളെ പാപത്തിൽ വഴുതി വീഴാനായിട്ട് ഇടവരുത്തും. ശ്രദ്ധയുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരത്തില്ല. നമ്മൾ
ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ദൈവിക സംരക്ഷണ വലയത്തിലാണെങ്കിൽ ആരുടെ അടുത്ത് നമുക്ക് പോകാം, ആരുടെ അടുത്ത് നമുക്ക് ഇരിക്കാം? അത് നമ്മെ പാപത്തിലേക്ക് തള്ളിയിടത്തില്ല. 2 മക്കബായർ 12:40 മുതൽ വായിക്കുമ്പോൾ വിശ്വാസത്തിന് നിരക്കാത്ത ചില തകിട് അത് കൈവശം വെച്ചത് അവർക്ക് കെണിയായി മാറി, അത് അവർ മരണത്തിലേക്ക് പോലും നയിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം സാത്താൻ ഒരുക്കിയ ചില കെണികളാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ തുണയ്ക്കുക. ആ ഒരു സഹായം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളിന്ന് വർജിക്കാൻ തീരുമാനമെടുക്കുന്നത് കോപവും ക്രോധവും. ഇവ വർജിച്ചാൽ നമുക്ക് ആത്മീയതയിൽ വളരാൻ സാധിക്കും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആ നൊവേനയിൽ പരിശുദ്ധാത്മാവിനോടുള്ള ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷത്തെ പെന്തക്കോസ്ത് തിരുനാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും വലിയൊരു അനുഗ്രഹമാക്കണമേ. മനുഷ്യർക്ക് അസാധ്യമായവ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. സകലതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളോടൊപ്പം തിരുസഭയെയും ലോകം മുഴുവനെയും നവീകരിക്കണമേ. തണുത്തുപോയ ഞങ്ങളുടെ അഭിഷേകത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും മനസ്സിനെ ബലപ്പെടുത്തുകയും ആത്മീയ അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. വിവേകത്താലും ജ്ഞാനത്താലും ഞങ്ങളെ പൂരിതരാക്കണമേ. പാപരഹിത ജീവിതം നയിച്ച് സ്വർഗത്തിന് അർഹരാകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ശാശ്വത ശാന്തിയും സമാധാനവും സ്നേഹവും ഐക്യവും അങ്ങ് സ്ഥാപിക്കണമേ. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭിഷേകം ആത്മീയ ജ്വലനം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആത്മാവിനാൽ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് നിറവേറ്റി തരികയും ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.